അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് വാട്ട് ഈസ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഇൻട്രൊഡക്ഷൻ ടു ഇൻഫോർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇത് ആദ്യമായിട്ട് വരുന്ന ഇപ്പോൾ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഒരു റെക്കോർഡഡ് ക്ലാസ് ഇടാം. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ അടുത്ത നമുക്ക് അതായത് ഈ റെക്കോർഡ് നോട്ട്സ് പോലെ വായിച്ചിട്ട് ഇട്ട് തരാം കേട്ടോ. ആദ്യം ക്ലാസ് എടുക്കൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിപ്പിച്ചത് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇൻഫോർമേഷൻ ടെക്നോളജീൻ്റെ ബേസിക്സ്. അപ്പോൾ ഇൻഫോർമേഷൻ ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ഗാതേർഡ് ത്രൂ വേരിയസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ, pupil, newspaper and television and play important role in drawing conclusion. Means ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആണ്. അതായത് കുറേ ഫാക്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫോർമേഷൻ. ഗാതേർഡ് എന്ന് പറഞ്ഞാൽ ഗാതേർഡ് അതായത് എടുത്തു വെക്കുക ത്രൂ വേരിയസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ നേടുന്ന കുറേ കളക്ഷൻ ഓഫ് ഫാക്ട്സിനെ എന്ത് പറയുക, ഇൻഫോർമേഷൻ. വേരിയസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. എക്സാമ്പിൾ, pupil, newspaper and television and plays a important role in drawing a conclusion. അല്ല, ഒരു കൺക്ലൂഷൻ എത്താൻ വേണ്ടിയിട്ടുള്ള കളക്ഷൻ ഓഫ് ഫാക്ട്സിനെ നമ്മൾ എന്ത് പറയുക, ഇൻഫോർമേഷൻ. ഇനി ടെക്നോളജി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഒറിജിനേറ്റഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ടെക്നിയ ആൻഡ് ലോജിയ. അവർ ടെക്നി അതായത് TECNE എന്നാണ് വേർഡ്, മീൻസ് സ്കിൽ ആൻഡ് ലോജിയ മീൻസ് സ്റ്റഡി ഓഫ് സയൻസ്. ഏത് വേർഡിൽ നിന്ന് വന്ന് ടെക് ആൻഡ് ലോജിയ എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് എന്നാണ് ഇത് ടെക്നോളജി എന്നുള്ള വേർഡ് വന്നിന്. ടെക്ലിയ മീൻസ് സ്കിൽ ആൻഡ് ലോജിയ മീൻസ് സ്റ്റഡി ഓഫ് സയൻസ്. ടെക്നോളജി ഈസ് ദി നോളജ് ജനറേറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ സിസ്റ്റം ടു ഹെൽപ്പ് സോൾവിങ് പ്രാക്ടിക്കൽ പ്രോബ്ലം. Information along with technology has created a new branch called information technology. അപ്പോൾ ഇൻഫോർമേഷനും ടെക്നോളജിയും കൂടി ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമേഷൻ ടെക്നോളജി. ഇറ്റ് ഇൻവോൾവ്സ് ദി പ്രോസസ്സിംഗ് ഓഫ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇറ്റ് എന്നല്ല, ഇത് IT, ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻവോൾവ്സ് ദി പ്രോസസ്സിംഗ് ഓഫ് ഇൻഫോർമേഷൻ ബൈ ദി കമ്പ്യൂട്ടർ. ഇനി പ്രീ റിക്വസിറ്റ്സ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി, അതായത് ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ പ്രീ റിക്വസിറ്റ് ഓഫ് ഇൻഫോർമേഷൻ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫോർമേഷൻ, അങ്ങനെ രണ്ടും പറയാം. നമ്മൾ ഒരു ഇൻഫോർമേഷൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഇൻഫോർമേഷൻ ഈസ് എ പ്രോസസ്ഡ് ഡാറ്റ, അല്ലേ, പ്രോസസ്ഡ് ഡാറ്റ ഓൺ വിച്ച് ഡിസിഷൻ ആർ ടേക്കൺ ആൻഡ് സബ്സീക്വൻറ്റ് ആക്ഷൻസ് ആർ പെർഫോംഡ് ദെയർ ആഫ്റ്റർ. ഇപ്പോൾ ഇൻഫോർമേഷൻ ഈസ് എ പ്രോസസ്സ് ചെയ്ത ഡാറ്റയാണ്. ഓൺ വിച്ച് ഡിസിഷൻ, നമുക്ക് ഡിസിഷൻ എടുക്കാം, ആർ ടേക്കൺ ആൻഡ് സബ്സീക്വൻറ്റ് ആക്ഷൻസ് ആർ പെർഫോംഡ് ദെയർ ആഫ്റ്റർ. നമുക്ക് കുറേ ആക്ഷൻസ് എടുക്കാം, അപ്പോൾ അതിൻ്റെ സബ്സീക്വൻറ്റ് ആക്ഷൻസ് ആർ പെർഫോംഡ് ദെയർ ആഫ്റ്റർ. അതായത് പ്രോസസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റേനെ എന്ത് പറയുക, ഇൻഫോർമേഷൻ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആക്യുറേറ്റ്, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആക്യുറേറ്റ്. Accurate information provides a reliable and valid representation of facts. ഇത് ഗുഡ് ക്വാളിറ്റിയിലെ ഇൻഫോർമേഷൻ ആയിരിക്കണം, ടൈമിലി ആയിരിക്കണം. ഇൻഫോർമേഷൻ്റെ അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇൻഫോർമേഷൻ കിട്ടണം, അല്ലേ. ഇൻഫോർമേഷൻ അപ്രീഷിയേറ്റഡ് ഓൺലി ഇഫ് ഇറ്റ്സ് അവൈലബിൾ ഓൺ ടൈമിലായിരിക്കണം ഇൻഫോർമേഷൻ കിട്ടുന്നത്. കംപ്ലീറ്റ് ഇൻഫോർമേഷൻ, അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഈസ് എ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആയിരിക്കണം. വിത്തൗട്ട് എ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ എ ഡിസിഷൻ മേക്കർ മേ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് വ്യൂ ഓഫ് റിയാലിറ്റി. അതായത് വിത്തൗട്ട് ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ മേക്കറിന് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പ്രിസൈസ്, കൃത്യമായിരിക്കണം. എപ്പാർട്ട് ഫ്രം ബീയിങ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ മസ്റ്റ് ആൾസോ ബി പ്രിസൈസ് ആയിരിക്കണം. കണ്ടെയ്നിങ് ഓൾ ദി എസെൻഷ്യൽ എലിമെൻറ്റ് ഓഫ് ഒരു സബ്ജക്റ്റ് ഏരിയ, ഒരു റിലവൻറ്റ് സബ്ജക്റ്റ് ഏരിയൻ്റെ കണ്ടെയ്നിങ് ഓൾ ദി എസെൻഷ്യൽ എലിമെൻറ്റ്സ് എന്തിനുണ്ടായിരിക്കണം, ഇൻഫോർമേഷൻ ഉണ്ടാവണം. ഇനി റിലവൻറ്റ് ഇൻഫോർമേഷൻ ഈസ് റിലവൻറ്റ്, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ സ്പെസിഫിക് സിറ്റുവേഷൻ. ഓരോ സ്പെസിഫിക് സിറ്റുവേഷൻ അനുസരിച്ച് എന്തായിരിക്കണം, ഇൻഫോർമേഷൻ ആയിരിക്കണം, ഓർ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി. ഇൻഫോർമേഷൻ ടെക്നോളജിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഒരു ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ എന്തെല്ലാം കമ്പോണൻസ് വേണം. ഫസ്റ്റ് കമ്പോണൻറ്റ് ഹാർഡ്വെയർ.
Hardware consists of physical component that perform a computer system or electronic device. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് എന്ത് പറയാം, ഹാർഡ്വെയർ. നമുക്ക് ഇതിന് എന്ത് പറയാം, കമ്പോണൻസ് ദാറ്റ് ക്യാൻ റൺ ഓൺ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇസ് എ ഫിസിക്കൽ യൂണിറ്റ് ദാറ്റ് സ്റ്റോർ ആൻഡ് ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ. എക്സാമ്പിൾ മോണിറ്റർ, കീബോർഡ്, മൗസ്, മൊബൈൽ ഫോൺ ആൻഡ് ടെലിവിഷൻ. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഹാർഡ്വെയർ. ഡീറ്റെയിൽ ആയിട്ട് ഹാർഡ്വെയർ പഠിക്കാനുണ്ട്. അപ്പം പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് IT ഈസ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഈസ് എ set of instruction in the form of program which control the sequence of operations. Software runs also with hardware on the digital system. അതായത് ഹാർഡ്വെയറിൻ്റെ കൂടെ മാത്രമേ എന്ത് ചെയ്യൂ, സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് ഹാർഡ്വെയറും വർക്ക് ചെയ്യില്ല, രണ്ടും കണക്റ്റഡ് ആണ്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 types, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഒക്കെയാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ എ സ്പെസിഫിക് ടാസ്ക് സച്ച് ആസ് സ്പ്രെഡ്ഷീറ്റ്, വേർഡ് ഡോക്യുമെൻ്റ്, അങ്ങനെയുള്ള സംഭവത്തിന് നമ്മൾ എന്ത് പറയാം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ. ദി കമ്പോണൻറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കെല്ലാം ആവശ്യമാണ്, വൈഫൈ നെറ്റ്വർക്ക് ആവശ്യമാണ്, നമുക്ക് ഇലക്ട്രോണിക് ഫൈബർ ഒപ്റ്റിക്സ് ആവശ്യമാണ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ എലിമെൻസും കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഒക്കെ എന്തിന് നമ്മളൊരു കമ്പോണൻ്റായിട്ട് പറയുന്നുണ്ട്, ITൻ്റെ കമ്പോണൻ്റായിട്ട്. ഡാറ്റാബേസ് ആൻഡ് ഡാറ്റാ വെയർ ഹൗസസ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് പക്ഷേ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഡാറ്റാബേസ് ഈസ് എ പ്ലേസ് വെർ ഡാറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് ഫ്രം വിച്ച് ക്യാൻ ബി റിട്രീവ്ഡ് ബൈ കൊറിയിങ് ഇറ്റാണ്. കൊറിയിങ്ങിൻ്റെ സ്പെല്ലിങ് ഞാൻ തിരുത്തി എഴുതിയിട്ടുണ്ടാവും. കൊറി ചെയ്യാന്ന് പറയും, SQL കൊറി. അങ്ങനെയുള്ള കൊറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഡാറ്റ. അൺപ്രോസസ്ഡ് കളക്ഷൻ ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്സിനെയാണ്. പ്രോസസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റേനെ നമ്മൾ ഇൻഫോർമേഷൻ എന്ന് പറയും. ഡാറ്റ എന്ന് പറഞ്ഞാൽ അൺപ്രോസസ്ഡ് കളക്ഷൻ ഓഫ് ഫാക്സിനെ എന്ത് പറയാം, ഡാറ്റ. ഡാറ്റ ക്യാൻ ബി മീനിങ് ഫുൾ ഓർ മീനിങ്ലെസ്. മീനിങ് ഫുള്ളിൽ കളക്ഷൻ ഓഫ് ഡാറ്റയാണ് എന്ത്, ഇൻഫർമേഷൻ. പക്ഷെ ഡാറ്റ മേ ബി മീനിങ് ഫുൾ ആവാം ഓർ മീനിങ്ലെസ് ആവാം. അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നെക്സ്റ്റ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ മേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. അല്ലെ, പീപ്പിൾ ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യാനോ ഇപ്പം മെയിനായിട്ട് ഒരാൾ വേണം അല്ലേ. ഇതാണ് കമ്പോണൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പോണൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. കമ്പോണൻസ് കഴിഞ്ഞു, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നെക്സ്റ്റ് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ആസ് മെനി ഓർഗനൈസേഷൻ adopts IT in some form or other form task in an effective manner. To perform task in an effective manner, it plays an important role in business environment. It plays an important role in business environment as every organization adopts IT in some form or other to perform task in an effective manner. ഏത് രീതിയിലെങ്കിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, IT യൂസ് ചെയ്യുന്നുണ്ട്. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇ-കൊമേഴ്സ് റെഫേഴ്സ് ടു ദ ഇലക്ട്രോണിക് മീൻസ് ടു കണ്ടക്ട് കൊമേഴ്സ് ബിറ്റ്വീൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ ഓവർ ദി ഇൻ്റർനെറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് ആണ്. ഇ-കൊമേഴ്സ് എന്താ ചെയ്യുന്നത്, ഇ-കൊമേഴ്സ് റെഫേഴ്സ് ടു ദി ഇലക്ട്രോണിക് മീൻസ് ടു കണ്ടക്ട് കൊമേഴ്സ് ബിറ്റ്വീൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അത് ട്രാൻസാക്ഷൻ ഓവർ ഇൻ്റർനെറ്റ് വഴിയിലെ കൊമേഴ്സിനെ എന്താ പറയുക, ഇ-കൊമേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഇറ്റ് ഇൻക്ലൂഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഇത് 2 പ്രാവശ്യം എഴുതിപ്പോയിട്ടുണ്ട്, നോട്ടിൽ നോക്കണം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, സ്മാർട്ട് കാർഡ്സ്, ഡിജിറ്റൽ കാർഡ്സ് ആൻഡ് ഓൾ ഓവർ ദി വേ ഓഫ് ഡൂയിങ് ബിസിനസ് ഓവർ ദി ഡിജിറ്റൽ നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ ബിസിനസ് അല്ലേ. ഇതെല്ലാം പിന്നെ അറിയുന്ന ഇംഗ്ലീഷല്ലേ ഉള്ളൂ. It include buying and selling over the internet, electronic fund transfer, smart cards, digital cash and all other ways of
ഡൂയിങ് ബിസിനസ് ഓവർ ദി ഡിജിറ്റൽ വർക്ക്സ് ആണ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ ബിസിനസ്സിൽ പറയുന്നത്. ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ എന്താ വരുന്നത്? ഇൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ് enables to access network services anytime and anywhere and allow transmission of data with the help of computer. അല്ലേ? മൊബൈൽ കമ്പ്യൂട്ടിംഗ് enables to access network services anytime, anywhere and allow transmission of data with the help of computer. Mobile computing is used in many fields such as emergency services, stock information control, credit card verification and email. ഇതിനെല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൊബൈൽ കമ്പ്യൂട്ടിങ്ങിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? IT യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് IT ഇൻ മാനുഫാക്ചറിങ്, വിച്ച് എനേബിൾസ് മാനുഫാക്ചേഴ്സ് ടു വെർച്വലി പ്രിപ്പയർ. ഇതെന്നാ വായിക്കുന്നത്? വെർച്വലി പ്രിപ്പയർ പ്രോട്ടോടൈപ്പ്. അതായത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും പ്ലാന്റിൻ്റെ ലേഔട്ട്സ്, ഒപ്റ്റിമൈസ് റോ മെറ്റീരിയൽ ഒപ്റ്റിമൈസസ് ദി റോ മെറ്റീരിയൽ യൂസേജ്. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചറിങ്ങിലും ഫാഷൻ ഡിസൈനിങ് എല്ലാം പറയാം, നമുക്ക് എല്ലാവരും IT യൂസ് ചെയ്യുന്നുണ്ട്. IT ഇൻ മാനുഫാക്ചറിങ്. നെക്സ്റ്റ് ഏതാണ്? IT ഇൻ പബ്ലിക് സെക്ടറിൽ മെയിനായിട്ട് വരുന്നത് ബുക്കിംഗ് ഓഫ് റെയിൽവേ ടിക്കറ്റ്, പേയ്മെൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ടെലിഫോൺ ബില്ല്, എന്ത് വേണമെങ്കിലും നമുക്ക് പബ്ലിക് സെക്ടർ എന്ന് പറയാം. നെക്സ്റ്റ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ ഡിഫൻസ് സർവീസിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹെൽപ്സ് മിലിറ്ററി ഓപ്പറേറ്റേഴ്സ് യൂസ് വോയിസ് ഓവർ റേഡിയോ ഓർ ഫോർമാറ്റഡ് ടെക്സ്റ്റ് മെസ്സേജസ് ടു കമ്മ്യൂണിക്കേറ്റ് ഡ്യൂറിങ് ക്രൈസിസിൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ഡിഫൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് മിലിറ്ററി ഓപ്പറേറ്റേഴ്സ് യൂസസ് വോയിസ് ഓവർ റേഡിയോ ഓർ ഫോർമാറ്റഡ് ടെക്സ്റ്റ് മെസ്സേജസ് ടു കമ്മ്യൂണിക്കേറ്റ് ഡ്യൂറിങ് ക്രൈസിസ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ അടുത്തതെന്നാ? IT ഇൻ മീഡിയ ഇൻക്ലൂഡ് പ്രിൻറ്റഡ് മീഡിയ ആൻഡ് നോൺ പ്രിൻറ്റഡ് മീഡിയ. The most common examples of printed media is paper such as newspaper and books. അല്ലേ? മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് ഓഫ് പ്രിൻറ്റഡ് മീഡിയ ഈസ് പേപ്പർ സച്ച് ആസ് ന്യൂസ് പേപ്പർ ആൻഡ് ബുക്സ്. എന്തുകൊണ്ടാണ് പറയുന്നത് പ്രിൻറ്റഡ് മീഡിയ? ഫോർ എക്സാമ്പിൾ, an event occurring in the remote area of the world can be easily covered with a satellite link. അല്ലേ? പ്രിൻറ്റഡ് മീഡിയ ഉണ്ട്, നോൺ പ്രിൻറ്റഡ് മീഡിയ ഉണ്ട്. അപ്പം നമുക്ക് ദൂരെയുള്ള ഇൻഫോർമേഷൻസൊക്കെ എങ്ങനെ കിട്ടുന്നു? സാറ്റലൈറ്റ് ലിങ്ക് വഴി ഇൻഫോർമേഷൻ കിട്ടി നമുക്ക് പത്രം വഴി അറിയാൻ പറ്റുന്നു. അപ്പോൾ അതിലും പത്രത്തിൽ വരെ നമ്മൾ IT യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവിടെയുള്ള ന്യൂസ് സാറ്റലൈറ്റിൽ അപ്ലിങ്ക് ചെയ്ത് നമ്മൾ ഡൗൺ ലിങ്ക് ചെയ്ത് ന്യൂസ് സെൻറ്ററിൽ നിന്ന് പേപ്പറിലാക്കിയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നു. അതാണ് IT ഇൻ പ്രിൻറ്റഡ് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ബൈ ദീസ് links can be converted into readable form, enabling people around world to know about happening news about what happening. അല്ലേ? ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഇലക്ട്രോണിക് മീഡിയ. Growing popularity of the internet, radio and television skill represent the mode through which people around the world receive information about national and international ഇവൻറ്റ്സ്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയയിൽ വരുന്നതാണ് ടെലിവിഷനും റേഡിയോയും വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇൻ്റർനാഷണൽ ലെവലിലെ ന്യൂസ് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയസിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? IT. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെയുള്ള ന്യൂസ്? സാറ്റലൈറ്റ് വഴി, അതായത് അവിടുത്തെ ടെലിവിഷൻ സ്റ്റേഷനിൽ സാറ്റലൈറ്റ് വഴി എവിടെ എത്തും? സാറ്റലൈറ്റ് അപ്ലിങ്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ ഡൗൺ ലിങ്ക് സ്റ്റേഷനിലെത്തും. അവിടുന്ന് നമ്മൾ ഓരോ ടെലിവിഷനിലേക്കും അവർ ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് IT ഇൻ എഡ്യൂക്കേഷൻ. അല്ലേ? ഇലക്ട്രോണിക് ലേണിംഗ്. E-learning or learning through a computer technology is a fast becoming extremely versatile solution, providing learning with the tools necessary to address the needs of students in order to provide good and standardized education. Standard education, play games can interact with the e-learning software, enjoy existing coloring, presentation, play games and answer quiz. അടുത്തത് ഏതാണ്? കുറച്ച് എഴുതിയത് ടഫാന്നേ ഉള്ളൂ. IT ഇതിൽ ടെക്സ്റ്റിൽ അതേ സെൻറ്റൻസ് എഴുതിയിട്ടാണ്.
അപ്പോൾ എവിടെയെല്ലാം യൂസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സിൽ എഴുതിയാലും മതി കേട്ടോ. ഇ ലേണിംഗ് ഓർ ഇലക്ട്രോണിക് ത്രൂ കമ്പ്യൂട്ടർ ടെക്നോളജി ഈസ് എ ഫാസ്റ്റ് ബിക്കം എക്സ്ട്രീംലി വെർസറ്റൈൽ സൊല്യൂഷൻ അല്ലെ, വെറൈറ്റി സൊല്യൂഷൻ ആണ് ഓഫ് പ്രൊവൈഡിങ് ലേണിംഗ് വിത്ത് ദി ടൂൾസ്. ഏതെല്ലാം ടൂൾസ് ആർ നെസസറി ടു അഡ്രസ് ദി നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ടൂൾസ് എല്ലാം അവർ ഡിസൈൻ ചെയ്തിട്ട് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഗുഡ് ആൻഡ് സ്റ്റാൻഡേർഡൈസ് എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലേ ഗെയിംസിന് വേണ്ടിയിട്ട് കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്ററാക്ട് വിത്ത് ഇ ലേണിംഗ് സോഫ്റ്റ്വെയർ, അതായത് ഇ ലേണിംഗ് കുറേ ആപ്പ് എല്ലാം വരുന്നുണ്ട് അല്ലേ, സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതായത് എൻജോയ് കളറിങ് പ്രസൻറ്റേഷൻ വെച്ചിട്ട് ഗെയിംസ് എല്ലാം വെച്ചിട്ട് ആൻസർ ക്യൂസ് എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലേണിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ജനറേഷനെല്ലാം ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഈ ജനറേഷനല്ല. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്തെ കുട്ടികൾക്ക് ശരിക്കും ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. നെക്സ്റ്റ് വെർച്വൽ ക്ലാസ് റൂം. വെർച്വൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ വെർച്വൽ ക്ലാസ് റൂം ലേണിംഗ് സ്റ്റുഡൻറ്റ് ക്യാൻ ഡു ഫോളോ. നമുക്കൊരു അതായത് പണ്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെർച്വൽ. ഇപ്പോൾ അമേരിക്കയിൽ ഒരു പ്രൊഫസർ എടുക്കുന്ന ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിലിരുന്ന് നെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റണം. അതിനെ വെർച്വൽ ക്ലാസ് റൂം എന്ന് പറയും. ഇപ്പം നമ്മൾ നടത്തുന്ന ഈ ലൈബ്രറി സയൻസ് കോഴ്സും എന്താണ് ഇപ്പം വെർച്വൽ ക്ലാസ് റൂമായില്ലേ. അപ്പം നിങ്ങൾ വരെ വെർച്വൽ ക്ലാസ് റൂമിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വെർച്വൽ ക്ലാസ് റൂം. എന്താണ് പോയിന്റ്സ് എഴുതിയത്? സെർച്ച് ഡാറ്റാബേസ് ഫോർ ദർ വേരിയസ് വ്യൂസ് ആൻഡ് അതർ സ്റ്റുഡൻസിന് ആയിട്ട് നമുക്ക് ഡാറ്റാബേസും അത് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ലിസൺ ടു പ്രീ റെക്കോർഡഡ് ഓഡിയോസ് കമൻസ് ടു എൻഹാൻസ് നോളജ്. ഓഡിയോ കമൻസ് സെൻഡ് ചെയ്യാൻ പറ്റും. പ്രീ റെക്കോർഡഡ് വീഡിയോസ് കിട്ടാൻ പറ്റും. ത്രൂ വെർച്വൽ ക്ലാസ് റൂം സ്റ്റുഡൻസ് ക്യാൻ ഗെറ്റ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫ്രം റിമോട്ട് പ്ലേസസ്. അതാണ് വെർച്വൽ ക്ലാസ് റൂം. ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് IT. നെക്സ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ പബ്ലിക്കേഷൻ. ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എസ്സേ ചോദിക്കാം. ഏകദേശം ഒരു 10 പോയിന്റ് ഇല്ലേ, നമുക്ക് ആ 10 മാർക്കിൻ്റെ എസ്സേ 10 പോയിന്റ് എഴുതിയാൽ കിട്ടി. ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ പബ്ലിക്കേഷൻ. അതായത് ബുക്സ് എല്ലാം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ പബ്ലിക്കേഷനിൽ വരുന്നത് പബ്ലിഷിംഗ് ഹൗസസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇ-ബുക്ക് stores have started to an information return in the printer version of books on their computer screen through the use of technology. അതായത് അതിനെപ്പറ്റിയുള്ള ബുക്സ് ഉണ്ടാക്കാം. പിന്നെ ഇ-ബുക്ക്, അതായത് ഓരോന്നിൻ്റെ PDF ആയ ബുക്സ് എല്ലാം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നെറ്റ് വഴി ഇ ലേണിംഗ്. പ്രിൻ്റർ വേർഷൻ ഓഫ് ബുക്സ് കിട്ടുന്ന അതെല്ലാം കമ്പ്യൂട്ടർ സ്ക്രീനിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ പിയേഴ്സിൻ്റെ ബുക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാൻ പറ്റും. ഡയറക്റ്റ് അല്ലാണ്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലും. അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ പബ്ലിക്കേഷൻ. നമുക്ക് വേണമെങ്കിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാനും പറ്റും. ഈ ടെക്സ്റ്റ് പ്ലേ ആൻ ഇൻക്രീസിംഗ് റോൾ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആസ് ദേ ഓഫർ യുണീക്ക് ബെനിഫിറ്റ്സ് ഫോർ ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അല്ലേ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഓക്കെ.